Hello all, welcome to Xylem IAS കൂടെ ദ ഡെയിലി മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ചോദ്യവും നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ വാസ് ഫോർമലൈസ്ഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിൻസ് ഏൻഷ്യന്റ് ടൈംസ്. കമന്റ്. ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വെക്കരുത്. നമ്മൾ ചോദ്യങ്ങൾ മനസ്സിലാക്കി ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒരു എന്താ പറയുക, ചോദ്യം എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. അതിന് കാരണം ഞാൻ പറയാം. എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ വാസ് ഫോർമലൈസ്ഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിൻസ് ഏൻഷ്യന്റ് ടൈംസ്. കമന്റ്. ഭൂരിഭാഗം കുട്ടികളും ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡും ഫോർമലൈസ്ഡും ആ ക്വസ്റ്റ്യനിൽ നിന്നുള്ള കീവേഡ് 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ദേ വർ സ്ട്രഗ്ലിംഗ് ടു ബ്രിങ് ഡിഫറെൻറ്റ് പോയിന്റ്സ്. പക്ഷേ ഫോർമലൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും ഒക്കെ മോർ ഓർ ലെസ് ദ സെയിം ഐഡിയ കൺവേ ചെയ്യുന്ന വാക്കുകളാണ്. ഒരു ഡയമെൻഷനായിട്ട് ഒറ്റ പാർട്ടായിട്ടാണ് രണ്ടും വരേണ്ടിയിരുന്നത്. പിന്നെ കമൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഫോർമലൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വാസ് പ്രസന്റ് ഇൻ ഏൻഷ്യന്റ് ടൈംസ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ മാത്രമല്ലായിരുന്നു. ഭയങ്കര ഇൻഫോർമൽ നേച്ചറിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നമുക്ക് പാരലി തന്നെ കാണാൻ സാധിക്കും എന്നൊരു പാർട്ടാണ് ഇതിൽ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഇൻട്രൊഡക്ഷൻ. Indian education system have heritage from ancient period with presence of universities like Takshila, Nalanda. It served both spiritual and practical purposes with well-defined centers of learning. Indian education system എന്ന് പറയുന്നത് തക്ഷശില, നളന്ദ പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അക്കാഡമിക് നോളജ് മാത്രമല്ല, ഫിലോസഫിക്കൽ ആസ്പെക്റ്റും പ്രാക്ടിക്കൽ ആസ്പെക്റ്റും ഒക്കെ ടച്ച് ചെയ്യുന്ന സെൻറ്റേഴ്സ് ആയിരുന്നു ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണിത്. ഒരു 2-3 ലൈനിൽ നിർത്തിയിരുന്നെങ്കിൽ നല്ലത്, പക്ഷേ തെറ്റൊന്നും പറയാനില്ല. നല്ല ഇൻട്രൊഡക്ഷൻ. ഹൗ ഈസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഫോർമലൈസ്ഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്? നമ്മുടെ മെയിൻ പാർട്ട്. അഗെയിൻ വളരെ സിമ്പിളായിട്ട് പോയിന്റുകൾ എഴുതുക, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ഫാക്റ്റുകൾ കൊണ്ടുവരിക. ഫോർമൽ ലേണിംഗ് ട്രഡീഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തികച്ചും ഫോർമൽ ആയിട്ടുള്ള ട്രഡീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൗത്ത് ഇന്ത്യയിലെ ഘടികാസ് പോലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റമാണത്. ഇൻഡിജിനസ് വേ ഓഫ് ലേണിംഗ് ത്രൂ പ്രാക്ടീസ്. ഇപ്പം ഇപ്പോഴത്തെ CBSE കരിക്കുലത്തിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ലേണിംഗ് ത്രൂ പ്രാക്ടീസ് എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് പണ്ടേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കും. ഗുരുകുല സിസ്റ്റം. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഫ്രം ബേസിക് ടു ഹയർ എഡ്യൂക്കേഷൻ. അഡ്വാൻസ്ഡ് ലേണിംഗ് സിസ്റ്റംസ്, ഡൈവേഴ്സ് സബ്ജക്ട്സ്. എക്സാമ്പിൾ നളന്ദയിൽ ബുദ്ധിസത്തിനെ പറ്റിയും ആസ്ട്രോണമിയെ പറ്റിയും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെറിറ്റ് ബേസ്ഡ് ലേണിംഗ്. ഇപ്പം ഈ തക്ഷശിലയിലേക്കും നളന്ദയിലേക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം നടത്തി അതിൽ നിന്ന് മാത്രമേ ആളുകളെ സെലക്ട് ചെയ്യൂ. കോസ്മോപൊളിറ്റൻ നേച്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പം തക്ഷശിലയിലേക്ക് ലോകത്തു നിന്നല്ല ഇന്ത്യൻ കൾച്ചർ പഠിക്കണം എന്ന് ആഗ്രഹിച്ചവരൊക്കെ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫോർമലൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫോർമൽ ലേണിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു, മെറിറ്റ് ബേസ്ഡ് എൻട്രൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു, കോസ്മോപൊളിറ്റൻ നേച്ചർ ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ഹയറാർക്കി ഓഫ് ലേണിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർമലൈസ്ഡും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡും ആകുന്നത്. അതുകൂടാതെ തന്നെ ടെമ്പിൾ അതേപോലുള്ള വർഷിപ്പ് പ്ലേസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ബേസിക് നേച്ചറായിരുന്നു. വേദാസും ഫിലോസഫിയൊക്കെ ടെമ്പിൾ ലിങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലേണിങ്ങിലൂടെയാണ് ആളുകളിലേക്ക് എത്തിച്ചിരുന്നത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. ഇപ്പം കാനഡാസിൻ്റെ ആറ്റോമിക് തിയറിയും ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മാത്രമല്ലായിരുന്നു, അതിന് കുറേ ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് സിസ്റ്റത്തിൻ്റെ എല്ലാവർക്കുമായിട്ട് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പർ കാസ്റ്റ്, അപ്പർ ക്ലാസ് അവർക്ക് വേണ്ടി റിസർവ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ ബ്രാഹ്മിൺസിൻ്റെ മെയിൻ ലാംഗ്വേജ് ആയിരുന്ന സാൻസ്ക്രിറ്റ് ആയിരുന്നു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സയൻറ്റിഫിക് എൻക്വയറീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആസ്ട്രോണമി ഉള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഖഗോൾ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സയൻസിനൊക്കെ കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്നത് ഇപ്പോൾ ബുദ്ധിസവും ജൈനിസവും മഹായാന ലേണിങ്ങും അങ്ങനെയൊക്കെയുള്ള സ്പിരിച്വൽ ഫിലോസഫിക്കൽ ആസ്പെക്ട്സിന് ആയിരുന്നു. പിന്നെ വളരെ ചെറിയൊരു മൈനോറിറ്റി മാത്രമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിരുന്നത്. മെജോറിറ്റിയും ദേ വർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. കൺക്ലൂഷൻ എങ്ങനെയാണ്? ഹയർ അനാലിസിസ്, കണ്ടംപററി ടൈംസോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹയർ അനാലിസിസ്, അതിനാണ് എപ്പോഴും മാർക്ക് വരിക. ഇന്ത്യൻ എഡ്യൂക്കേഷൻ എഫേർട്ട് ടു റിവാമ്പ് ദ സിസ്റ്റം ത്രൂ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈസ് ബേസ്ഡ് ഓൺ reviving
ancient traditions of learning blending with the modern educational practices as envisaged by Gandhi's Naitali. എക്സെപ്ഷണൽ കൺക്ലൂഷൻ ആണിത്. ഒരു ഹയർ അനാലിസിസ് കണ്ടംപററി ആസ്പെക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ഉള്ളൊരു കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ എഗെയിൻ നിങ്ങളുടെ ആൻസേഴ്സ് ഫീഡ്ബാക്ക് തരാൻ പറ്റാതിരുന്നവരുടെ ആൻസേഴ്സ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആൻസേഴ്സിന് വേണം എന്നുള്ളവർ യു ക്യാൻ വാട്സപ്പ് മീ അറ്റ് ഓക്കെ. താങ്ക് യു.